ഹലോ ഫ്രണ്ട്സ്, നമുക്ക് നല്ല നാടൻ രീതിയിൽ ബീഫ് റോസ്റ്റ് അഥവാ ബീഫ് വരട്ടിയത് ഉണ്ടാക്കിയാലോ? എന്ത് രുചിയാണെന്നറിയാവോ? നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. നമുക്കിപ്പോൾ ഉണ്ടാക്കിയാലോ? കണ്ടില്ലേ, നല്ല രുചിയാണ് കേട്ടോ. നല്ല നാടൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താ വേണ്ട, നമ്മുടെ വീട്ടിലുള്ള മസാലകൾ വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കുന്നതാണ്. അതിനായിട്ട് ഞാനിപ്പം ഒരു 2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. കുക്കറിലാണ് വേവിക്കുന്നത് കേട്ടോ. കുക്കറിനകത്ത് നമുക്കൊരു 7 വിസിൽ നമുക്ക് വേവിക്കാൻ വെക്കാം. നന്നായിട്ട് കഴുകിയെടുത്തതാണ്. അതിനുശേഷം നമുക്കൊരു ചീനച്ചട്ടി എടുക്കാം. അതിനകത്തേക്ക് കുറച്ച് ഓയിൽ, ആവശ്യത്തിന് ഓയിൽ എടുത്താൽ മതി. അത് ഒഴിച്ച് കൊടുക്കാം. ശേഷം നമുക്ക് കുറച്ച് പെരുംജീരകം, ഒരു ഏലക്ക, കറുവപ്പട്ട ഒരെണ്ണം, അതുപോലെ ബേ ലീഫ്, ഇത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായി പൊട്ടി വരുമ്പോൾ നമ്മൾ കടുകൊക്കെ പൊട്ടണില്ലേ, അതുപോലെ അത് പൊട്ടി വരുമ്പോൾ നമുക്കിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഞാനൊരു 6 സവാള എടുത്തിട്ടുണ്ട്. ചെറുതാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ നമുക്കിപ്പം ഒരു ഡ്രൈ ഫ്രൈ ആയിട്ട് നമ്മൾ എടുക്കുകയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് കുറച്ച് മതി. പിന്നെ ആവശ്യത്തിന് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനും ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ എരിവ് കുറഞ്ഞ മുളകാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ബീഫിൽ നിന്ന് തന്നെ നല്ല വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് നമുക്ക് നമ്മുടെ സവാള വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ട് ഉപ്പിട്ടിട്ടാണ് വഴറ്റുന്നത്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും അങ്ങനെ തന്നെയാണ്, ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് വഴറ്റുക. ഒരു 3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. 3 തക്കാളി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ തക്കാളിയാണ് കേട്ടോ. അപ്പോൾ അതും നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. കാരണം നമ്മൾ കുക്കറിലാണ് ബീഫ് വേവിച്ചത്. പിന്നെ അടുത്തത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഞാനിപ്പോൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടി 1 സ്പൂണാണ്. മുളക് പൊടി 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പം അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുരുമുളക് പൊടി, അത് ഞാൻ 1 സ്പൂൺ, ഒരു 1.5 സ്പൂൺ എടുക്കുന്നുണ്ട്. 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1.5 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റുക കേട്ടോ. നന്നായിട്ട് വഴറ്റി, കണ്ടില്ലേ, നന്നായിട്ട് മസാല എല്ലായിടത്തും പിടിക്കും വിധം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ശേഷം നമുക്ക് അവിടെ വേവിച്ച് വെച്ച ബീഫ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് നന്നായിട്ട് മസാലയിൽ പിടിക്കുന്ന വിധം ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇനി നമുക്ക് അടച്ച് വെച്ച്, നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, അടച്ച് വെച്ച് വേവിക്കുക ചെറിയ ഫ്ലെയിമിൽ. കണ്ടില്ലേ, വെള്ളമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് മസാലപ്പൊടി, ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഗരം മസാല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചതാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഗരം മസാല വീട്ടിൽ പൊടിക്കാനുള്ളത്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ല മണം വരുന്നുണ്ട്. കണ്ടില്ലേ, കളർ കണ്ടില്ലേ. അപ്പോൾ വേറെ എഡിറ്റിങ്ങും ഒന്നുമല്ല കേട്ടോ, കറക്റ്റ് കളറാണ്, നല്ല ടേസ്റ്റാണ്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബീഫ് വരട്ടിയതിൻ്റെ സ്മെല്ലുണ്ടല്ലോ, അങ്ങ് അപ്പുറത്തെ വീട്ടിൽ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും അത് ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം കമൻറ്റിൽ പറയാം കേട്ടോ, എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ നല്ല രുചിയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.